ക്ലാരിറ്റി കുറവുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹായ്. അപ്പോൾ നമ്മുടെ ഐഷു അവിടെ ഈ ഫോണിൽ ഒരു സംഭവം എന്താണ് അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഫിലിമ് പോലത്തെ എന്തോ ഒരു സംഭവം അതിന് അഡിക്റ്റാണ്. ഞാൻ ഫ്രീ ഉള്ള സമയത്തൊക്കെ ഇവിടെ ഫോണിൽ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ റൂമിൽ കയറി ചെന്നപ്പം അവളെ കാണുകയാണ്. അപ്പോൾ ഞാൻ വെല്ലം ഇറങ്ങി പോന്നിട്ട് അതൊന്ന് നമുക്ക് ബ്ലോഗാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സംഭവം കാണിച്ചു തരാം. എല്ലാ ഗേൾസും ഇങ്ങനെ തന്നെയാണോ നമുക്കൊന്ന് നോക്കട്ടോ. അപ്പോൾ റൂമിലേക്ക് പോവാട്ടോ. രാത്രിയാണ്, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പറയുന്നത് കേട്ടോ. റൂമിലെത്തി ഗൈസ്. ഐഷു അവിടെ ഇരിക്കുന്നുണ്ട്. ഐഷു അതിലിങ്ങോട്ട് ലയിച്ചിന് ഐഷു. അപ്പോൾ ഐഷു ബെഡിലാണ്, നല്ല രീതിയിലൊന്നല്ല ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആളോട് പറയട്ടെ, ഇത് വ്ളോഗാണ് കേട്ടോ, ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു സംഭവം കാണിച്ചെടുക്കാനാണ്. ഈ ഫുൾ ടൈം ഈ ഫോണിലാണല്ലോ. അപ്പോൾ എന്താണിത്, എല്ലാ ഗേൾസും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കൊന്ന് അറിയണം. എൻ്റെ ഐഷു മാത്രമാണോ ഇങ്ങനെ, എല്ലാ ഗേൾസും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കൊന്ന് അറിയണം. ഓക്കെ, ആൾക്ക് വലിയ റീപ്ലൈ ഒന്നും ഇല്ല. ഒന്ന് നേരിക്ക് നേരെ ഒന്ന്. ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ, റിസെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിനക്ക് റീപ്ലൈ തരുന്നില്ല, ആൾക്കൊരു ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ട കേസ് കണ്ടോ, ആൾക്ക് വലിയ മൈൻഡ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോളി. ഇതാണ് പരിപാടി. ഓക്കെ, ഇതാണ് ഇവർക്ക് പരിപാടി. കണ്ടോ, ചിരിക്കണമെങ്കിൽ കണ്ടോ. ഇതെന്താണ് സംഭവം? എന്നൊക്കെ ഫ്രീ ഉള്ള ടൈമിന് വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ഫിലിം കാണും. ചിലപ്പോൾ മലയാളം മൂവി കാണുക, അല്ലെങ്കിൽ തമിഴ് കാണും, പിന്നെ ചിലപ്പോൾ ഇംഗ്ലീഷ് കാണും. റയറായിട്ട് ഹിന്ദി കുറവാണ്. ഹിന്ദി അത്രക്കും ഹിറ്റായതൊക്കെ കാണും. പക്ഷെ ഇവള് എന്തോ കാണും, നമുക്ക് അറിയാത്ത നടന്മാര്, നടികള്, എന്തൊക്കെയോ ഈ ചൈനീസുകളമായിട്ട് ഓരോ സംഭവങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് ആള്. ഓക്കെ, ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഡ്രാമ. എന്ത് ഡ്രാമ? ചൈനീസ്. അതാ ചോദിച്ചേ. ഈ ആളുകളെ കാണുമ്പോൾ ചൈനക്കാരുമായി ഇങ്ങനെ വെളുത്ത് തുടിച്ച് ചുവന്ന കട്ടകളായിട്ട് നല്ല സുന്ദരികളും സുമകന്മാരൊക്കെയാണ് കാണാൻ കഴിയുന്നത്. എന്താണ് സംഭവം? പക്ഷേ ഇതിനാണ്ട് അഡിക്റ്റ് ആയിക്കണല്ലോ. എങ്ങനെയാണ് സംഭവം? ഞാൻ ഫോണിൽ ഫിലിമൊക്കെയാണ് കാണണേ. ഇതെന്താ സംഭവം? എന്താ നിങ്ങൾക്കൊരു പിടുത്തമില്ല? അടിപൊളിയാണ്. നിങ്ങൾ ഡ്രാമ കേട്ട് കണ്ടു, നിങ്ങൾ പിന്നെ കാണും. പക്ഷെ ഇത് കൂടുതൽ പൊതുവേ എന്റെ ഫ്രണ്ട്സ് അവരൊന്നും ഇതേമാതിരി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളെ കമ്പനി വൈസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇങ്ങനെ ഫിലിമൊക്കെ പരസ്പരം ഷെയർ ചെയ്യാന്നല്ലേ, ടെലഗ്രാം കൂടെ അതിന്റെ ലിങ്ക് അയച്ചു തരാന്നൊക്കെ നല്ലാതെ ഫിലിമിന്റെ പുതിയ OTT വന്ന ഫിലിമിലൊക്കെ കഴിക്കാന്നല്ലേ. ഇങ്ങനെ ഡ്രാമ സംഭവം ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഞാൻ കുറെ ദിവസം കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കൽ ഈ ഡ്രാമന്റെ ലിങ്കാണ്. ഡ്രാമന്റെ ലിങ്കോ? ഡ്രാമ അങ്ങനെ? അപ്പൊ യൂട്യൂബിലാണല്ലോ കാണുന്നത്. ടെലഗ്രാമിൽ കിട്ടുമോ? അതിലെന്താണ് സംഭവം? എന്താണിത്? ത്രില്ലിംഗ് ആണോ അതോ റൊമാൻറ്റിക് ആണോ? അങ്ങനെ ത്രില്ലിംഗ് ഒക്കെ ഉണ്ട്. ക്രൈം ലവ് സ്റ്റോറി കാണാനുള്ള ആ ഒരു ലവിനോട് കാണില്ലല്ലോ. അത് കമന്റ് ചെയ്യട്ടോ. പ്രധാനമായിട്ട് ഇത് എന്താ അറിയോ, ഇതില് കാണാൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും റിലേഷൻഷിപ്പിന്. അത് കാണാൻ തന്നെ ഒരു രസമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോ നമ്മൾക്കും റിലേഷൻഷിപ്പ് ഇങ്ങനെ എവിടെ കിട്ടുന്ന ഒരിക്കലും കിട്ടൂല. ഞാൻ കൂടുതൽ പറയിപ്പിക്കണില്ല. ഈ വ്ളോഗ് ഇവിടെ അതിന്റെ ചെയ്യണം. ഓക്കെ, ബൈ. കാണോ ഓരോരോ ഭാര്യമാരെ ഇതിലൊക്കെ കാണാം. ഓരോ ഭാര്യമാരെ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, മറ്റുള്ള ഓരോ എല്ലാ കാര്യത്തിനും അതൊക്കെ ജസ്റ്റ് ആക്ടിങ് മാത്രമാണ്, അല്ലാതെ ലൈഫല്ല. അത് ശരിയാണ്, ആക്ടിങ് ആണ്. ആക്ടിങ്ങിൽ എന്തും ആവാം. പക്ഷെ നമ്മൾ മലയാളത്തിൽ എടുത്താൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കാണാൻ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒരു ആക്ടിങ് ആയിട്ട് എനിക്ക് എന്നോട് ആക്ടിങ് ഇഷ്ടമില്ല. എനിക്ക് റിയലാണ്. ഞാനൊക്കെ റിയലാണ്. ഞാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആക്ടിങ് ആഗ്രഹിക്കുന്നില്ല. അത് ശരിയാണ്, ഇതൊക്കെ ആക്ടിങ്. പക്ഷെ അത് കാണാൻ നല്ല രസമാണ്. മലയാളത്തിൽ വരെ ഇങ്ങനത്തെ ഒരു കാണാൻ കഴിയില്ലായിരുന്നു. എനിക്കൊന്ന് കണ്ടോളാം. ഓക്കെ, ഞാൻ കണ്ടിട്ട് പറയുന്നത്. മലയാളത്തിൽ ഏത് ഫിലിമിലും ഓവറായിട്ട് ഇതേപോലെ ഒളിപ്പിക്കൽസ് ചെയ്യാണല്ലേ? അപ്പൊ ഈ ഒളിപ്പിക്കലാണ് സംഭവം. ഇവർക്ക് ഒളിപ്പിക്കൽ വേണം. സീരിയൽ കണ്ടാ പോരെ? അതേപോലെയാണോ അത്? സീരിയൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കൂടുതൽ കുറെ നേരം BGM ഒക്കെ കൊടുത്ത് ഇങ്ങനെ സീരിയലിന്റെ പോലെ അല്ല. അപ്പൊ ഓക്കെ, ഞാൻ കണ്ടോക്കാം. എന്നാലും എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് അതിപ്പൊക്കെ ഇത് വരണില്ല. കാണാനുള്ള ഒരു താല്പര്യം.
ഓക്കെ അമ്രിക്കുട്ടി ഉറക്കത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗേസ് ഗുഡ് ബൈ.